നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വളരെ സുപരിചിതമായൊരു സസ്യത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, ചുവന്നുള്ളി. നിത്യജീവിതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ചുവന്നുള്ളിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അലിയം സെപ്പ എന്നാണ് ചുവന്നുള്ളിയുടെ ശാസ്ത്രീയ നാമം. ലിലിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിനെ സംസ്കൃതത്തിൽ പലാണ്ടു, ദുർഗന്ധ, മുഖദൂഷിക എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. പച്ചക്കറി വിളയായി അതിവിപുലമായ തോതിൽ കൃഷി ചെയ്തു വരുന്ന ചുവന്നുള്ളിക്ക് അതിലേറെ ഔഷധ ഗുണവും പോഷകമൂല്യവും ഉണ്ട്. മധ്യേഷ്യൻ മേഖലയാണ് ഇതിൻ്റെ ജന്മദേശമെന്ന് കരുതുന്നതെങ്കിലും പുരാതന കാലം മുതലേ ഭാരതത്തിൽ ഉള്ളി കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സാധാരണയായി വീടുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന വലിയ ഉള്ളി, അതായത് സവാളയേക്കാൾ ഔഷധ ഗുണവും ആരോഗ്യത്തിന് ഉതകുന്നതും ചെറിയ ഉള്ളിയാണ്. ഒരു ചെറിയ വാർഷിക സസ്യമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ കാണ്ഡം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ബൾബാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി. ഇതിൻ്റെ ഇലകൾക്ക് ഇളം പച്ച നിറമാണ്. നീളത്തിലുള്ള ഇലകളുടെ ഉൾഭാഗം പൊള്ളയായാണ് കാണപ്പെടുന്നത്. വളരെയധികം മാംസളവുമാണ് ഇതിൻ്റെ ഇലകൾ. ഉള്ളിയുടെ അതേ ഗന്ധം തന്നെ ഇതിൻ്റെ ഇലകൾക്കുമുണ്ട്. ഇതിൻ്റെ അഗ്രഭാഗത്താണ് പൂക്കൾ കാണപ്പെടുന്നത്. വെള്ള നിറത്തിലുള്ള പൂക്കൾ കുലയായി കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലകളും പൂക്കളും ഭക്ഷ്യയോഗ്യമാണ്. ധാരാളം ജലാംശം, അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവയെല്ലാം ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് എന്ന രാസവസ്തുവാണ് ഇതിന് എരിവും മണവും നൽകുന്നത്. ധാരാളം സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിക്ക് അണുനാശക ശീലം നല്ലോണമുണ്ട്. ഹൃദയഭിത്തിയിലെ രക്തവാഹികളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഈ ഉള്ളിയുടെ ഉപയോഗം സഹായിക്കുമെന്ന് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോളൈസിസ് എന്ന പ്രക്രിയയെ ഉള്ളിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയേകുന്നതോടൊപ്പം നിരവധി ഔഷധ ഗുണങ്ങളും ചുവന്നുള്ളിക്കുണ്ട്. ചുമ, ജലദോഷം, നീർക്കെട്ട്, പനി എന്നിവയിലെല്ലാം ചെറിയ ചെറിയ പ്രയോഗങ്ങളിലൂടെ ഉള്ളിയെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയേകുന്നതിലുപരിയായി നിരവധി ഔഷധ ഗുണങ്ങൾ ചുവന്നുള്ളിക്കുണ്ട്. ചുമ, ജലദോഷം, പനി തുടങ്ങിയ അസുഖങ്ങളെ ചെറിയ ഔഷധ പ്രയോഗങ്ങളിലൂടെ മാറ്റാൻ ചുവന്നുള്ളിക്ക് സാധിക്കും. ചുവന്നുള്ളിയുടെ മറ്റ് ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നത്. ചുവന്നുള്ളി എല്ലാവർക്കും അറിയാം, അതിനെ പറ്റിയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. സാധാരണ ഒരു മസാലയുടെ എഫക്റ്റ്, മസാലയ്ക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. അതായത് ആഹാരത്തിലെ രുചി ഉണ്ടാക്കാനും ദീപനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ഔഷധമൂല്യമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ ഇറച്ചി വേവിക്കുമ്പോൾ ഈ ഉള്ളി ചേർത്തിട്ട് ഇറച്ചി വേവിക്കാൻ പാടുമെന്ന് പറയും. കാരണം ഈ ഇറച്ചിയിലുണ്ടാകുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ ഇല്ലാണ്ടാക്കാൻ ഈ ഉള്ളിക്ക് ഗുണമുണ്ട്. ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള ഗുണമുണ്ട്. സാധാരണ ഈ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞിട്ട് ഇളം പാലിൽ ലേശം തിളപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. പിന്നെ ഈ ആതെറോസ്ക്ലീറോസിസ് എന്നൊരു രോഗമുണ്ട്. ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നൊരു കണ്ടീഷനിൽ ഈ ഉള്ളി ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ അത് കുറയും. അതുപോലെ ഇൻഡയറക്റ്റായിട്ട് ഇത് പ്രഷറിനെ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഏറ്റവും ഇതിൻ്റെ ഉപയോഗം ഈ അർശസിലാണ്, മൂലക്കുരു ഉള്ള ആൾക്കാർക്ക് ദിവസേന ഒരു 10 ചെറുള്ളി അരിഞ്ഞ നെയ്യിൽ മൂപ്പിച്ച് അതിൽ ചോറിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഈ അർശസ് ശമിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഈ അരിമ്പാറ രോഗത്തിന് ഈ ഉള്ളി ഒന്ന് ഒരറ്റം ഒന്ന് ചെത്തിയിട്ട് അത് ഈ അരിമ്പാറയിൽ അരച്ച് കുറേ നേരം ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ, ദിവസേന ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ദ്രവിച്ചു പോകും. അതുപോലെ തന്നെ ഈ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു അസുഖമുണ്ട്. അവിടെയും ഈ ഉള്ളി അറ്റം ചെത്തിയിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അവിടെ മുടി വളരും.